ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ 2-3 പപ്പായ പഴുത്തതുണ്ടായിരുന്നു, അത് പറിക്കുകയാണ്. പിന്നെ ഈ മഴ പെയ്ത് പിറ്റേന്നാൾ രാവിലെ നമുക്ക് ഒരു തൊടിയിലൊക്കെ നടക്കാൻ നല്ല സുഖമാണല്ലേ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്, ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ഫിഷ് ഞാൻ ഒന്ന് മുളകൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ 2-3 ടൈപ്പിലുള്ള ബിരിയാണി മുൻപ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്നുള്ള തക്കാളി, ഉള്ളി, ക്യാരറ്റൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കഴുകി നന്നായി മുറിച്ച് നമുക്കിതിൻ്റെ മസാലയും മറ്റൊക്കെ ഉണ്ടാക്കാം. കൂടുതലായിട്ട് ഞാൻ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല, കാരണം എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി ഉള്ളിയാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മീൻ നല്ല മസാലയായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പാത്രത്തിൽ നമ്മുടെ ഗീ റൈസും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ബന്ധു വീടുകളിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡും അവരുടെ അഞ്ചനും വൈഫും സിസ്റ്ററൊക്കെ നമ്മളൊക്കെ കൂടിയിട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് നമ്മൾ പടന്നയിലൊരു മലബാർ ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മുടെ തൃക്കരിപ്പൂരുണ്ട്, അവർ തന്നെ പുതുതായിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ പടന്നയിലും. നല്ല നല്ല ഐറ്റംസാണ് ഇവിടെ എല്ലാം, നല്ല ഫ്രഷ് ഐറ്റംസ് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് അവിടത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയത്. നമ്മൾ യാത്ര തുടങ്ങിയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാനും ഒരു കുഴലപ്പൊക്കെ വാങ്ങി ടേസ്റ്റ് നോക്കി. പിന്നെ നമ്മൾ ആ വീടുകളിലൊക്കെ കയറി അവിടെ തന്നെ തൈക്കടപ്പുറത്താണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ മുമ്പ് എപ്പോഴും പോകുന്ന ഒരു ബീച്ചുണ്ട്, അവിടെ ഒന്ന് നമ്മൾ മെല്ലെ പോയി നോക്കിയതാണ്. പക്ഷേ ആ സമയത്താണ് നല്ല കാറ്റും മഴയും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ കാറിലേക്ക് കയറി. പിന്നെ 2-3 വീടുകൾ നമുക്ക് കയറാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കയറി രാത്രി 9 മണിയായതിന് ശേഷമാണ് വീട്ടിലെത്തി തിരിച്ചെത്തിയത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.